ഹലോ ട്രേഡേഴ്സ്, വെൽക്കം. നമ്മളിന്നൊരു സൈക്കോളജി വീഡിയോ ആണ് ചെയ്യുന്നത്. ടോപ്പിക്: നിങ്ങൾ ട്രേഡിങ്ങിൽ സക്സസ് ആവാതിരിക്കാനുള്ള ഒരു കാരണം. ഈ വീഡിയോ പുതിയതായിട്ടുള്ള ട്രേഡേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് ഒരുപാട് നല്ല നല്ല സ്ട്രാറ്റജികൾ അറിയായിരിക്കാം, പ്രൈസ് ആക്ഷൻ അറിയായിരിക്കാം, പക്ഷേ നിങ്ങൾ സക്സസ് ആവാതെ പോകുന്നു. ഇതിന് ഒരു കാരണമാണ് പ്രധാനമായിട്ടുള്ളത്. ഒരുപാട് കാരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം, അതിനാണ് നമ്മളിവിടെ അഡ്രസ് ചെയ്യാൻ പോകുന്നത്. ആ കാരണത്തിലേക്ക് പോകുന്നേക്കാൾ മുൻപ് നമുക്കൊരു ചെറിയൊരു സ്റ്റോറി പറഞ്ഞിട്ട് തുടങ്ങാം. എന്നാലും നമുക്ക് ആ ഒരു പോയിന്റിലൂടെ എത്താൻ പറ്റുള്ളൂ. ഈ ഒരു സ്റ്റോറി ഒരു ട്രേഡർ, അതായത് ഒരു ഹൈപ്പോത്തറ്റിക്കൽ ട്രേഡറുടെ സ്റ്റോറിയാണ്. ഓക്കെ, അദ്ദേഹം ട്രേഡിംഗ് ജസ്റ്റ് ഒന്ന് ബേസിക് കാര്യങ്ങളൊക്കെ പഠിച്ചു, ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്തു. ആദ്യം അതൊരു ഫണ്ടായിട്ടാണ് പുള്ളിക്ക് തോന്നുന്നത്. ഒരു കെയർ ഫ്രീ മൈൻഡ് സെറ്റോട് കൂടിയാണ് പുള്ളി ട്രേഡ് ചെയ്യുന്നത്. പുള്ളിക്ക് പേഴ്സണൽ അജണ്ടകളൊന്നുമില്ല. അതുപോലെ മാർക്കറ്റിൽ ഒന്നും പ്രൂവ് ചെയ്യാനൊന്നുമില്ല. അതായത് ഞാൻ റൈറ്റ് ആണ് എന്നുള്ളൊരു പ്രൂവ് ചെയ്യാനുള്ള അങ്ങനത്തെ ഒരു ഉദ്ദേശമൊന്നുമില്ല. പുള്ളി ജസ്റ്റ് കാഷ്വൽ ആയിട്ട് ഇങ്ങനെ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ട്രേഡ് ചെയ്യുന്നു, വിൻ ചെയ്യുന്നു, പൈസ ഉണ്ടാക്കുന്നു. പുള്ളിയുടെ ഒരു മൈൻഡ് സെറ്റ്, ഒരു ചാർട്ട് കാണുന്നു. അപ്പോൾ ആ സമയം പുള്ളി നമുക്കൊരു ട്രേഡ് ഇപ്പോൾ കയറാം, നമുക്ക് നോക്കാം എന്താണ് അടുത്ത് നടക്കാന്നുള്ളത്. ഈ ഒരു രീതിയിലാണ് പുള്ളി ട്രേഡ് ചെയ്യുന്നത്. പുള്ളി ഒരിക്കലും ഒരു സ്റ്റോപ്പ് ലോസ് ഹീറ്റ് ചെയ്യുന്നോ അല്ലെങ്കിൽ ഒരു ലോസ് ആവുന്നോ എന്നുള്ളൊരു പുള്ളി കൺസിഡറേ ചെയ്യുന്നില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമുക്കൊരു ഹണിമൂൺ പീരീഡ് ഉണ്ടാവും. അതായത് നമുക്ക് ആദ്യം നല്ലൊരു വിന്നിങ് സ്ട്രീക്ക് ആയിരിക്കും ഉണ്ടാവുക. ഈ ഒരു സമയത്താണ് നമ്മൾ പലരും കൂടുതൽ ക്യാപിറ്റൽ കൊണ്ട് ആഡ് ചെയ്യുന്നതും, അല്ല ഇതൊരു കരിയർ ഓപ്ഷൻ ആയി എടുക്കാലോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്ന ഒരു സമയം എല്ലാവർക്കും അനുഭവം ഉണ്ടാവും. ഇതേ ഒരു പ്രോസസ്സ് തന്നെയാണ് പുള്ളി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അൺഫോർച്ചുനേറ്റ്ലി പുള്ളിക്ക് പെട്ടെന്ന് ഒരു ലോസ് വരികയാണ്, പെട്ടെന്ന്. ഓക്കെ, അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. പുള്ളി എന്താ ചെയ്യുക? പുള്ളി മാർക്കറ്റിനെ ബ്ലെയിം ചെയ്യും, അല്ലെ? ഇനി പുള്ളി എന്താണ് അടുത്തത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? പുള്ളി അതായത് പുള്ളിക്ക് ഒരു പെയിൻ ആണ് ഉണ്ടായത്, അല്ലെ? അതായത് ഈ ഒരു ലോസ് പുള്ളിക്ക് ഒരു ഇമോഷണൽ പെയിൻ ഉണ്ടാക്കി. അപ്പൊ പുള്ളി എന്ത് ചെയ്യും? ഇനി ഇങ്ങനൊരു പെയിൻ ഉണ്ടാവാൻ പാടില്ല, അല്ലെ? പെയിൻ ഉണ്ടായത് എന്തുകൊണ്ടാണ്? ലോസ് ഉള്ളതുകൊണ്ടാണ്. അപ്പൊ പുള്ളി ചിന്തിക്കുന്നത് ഈ ഒരു എക്സ്പീരിയൻസ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് പുള്ളി എന്ത് ചെയ്യും? കൂടുതൽ നോളജ് ഗെയിൻ ചെയ്യാൻ നോക്കും. അതായത് യൂട്യൂബിൽ പോകും, ഒരുപാട് വീഡിയോസ് കാണും, അല്ലെങ്കിൽ കുറെ ട്രേഡേഴ്സിനെ ഫോളോ ചെയ്യും. പക്ഷെ പുള്ളിക്ക് ഒരു ലക്ഷ്യമുള്ളൂ, ഇനി ഇങ്ങനെ ഉണ്ടാവാൻ പാടില്ല. അതായത് ഇങ്ങനെ ഒരു ലോസ് ഉണ്ടാവാൻ പാടില്ല. ഈ ഒരു മൈൻഡ് സെറ്റ് ആണ് പുള്ളിക്ക് ആ സമയത്ത് ഉണ്ടാവുക, അല്ലെ? പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, ഈ ഒരു സമയത്ത് പുള്ളിയുടെ ഒരു പെർസ്പെക്റ്റീവില് ഒരു ഡ്രമാറ്റിക് ആയിട്ടുള്ള ഒരു ഷിഫ്റ്റ് ആണ് ഇവിടെ സംഭവിക്കുന്നത്. അതായത് പുള്ളി ഒരു കെയർ ഫ്രീ മൈൻഡ് സെറ്റ് ആയിരുന്നു നമ്മൾ പറഞ്ഞു, അല്ലെ? പുള്ളിക്ക് ഒരു പേടിയോ ഒന്നും ഉണ്ടായിരുന്നില്ല, ജസ്റ്റ് ഒരു കെയർ ഫ്രീ മൈൻഡ് സെറ്റ് ആയിരുന്നു. പക്ഷെ ഇപ്പോൾ പുള്ളിയുടെ മൈൻഡ് സെറ്റ് ഒന്ന് മാറി. പുള്ളിക്ക് ലോസ് അവോയ്ഡ് ചെയ്യണം, അല്ലെ? അതായത് ലോസ് മൂലമുണ്ടായ പെയിൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പുള്ളിക്ക് നോക്കണം. ഇതാണ് പുള്ളിയുടെ കറന്റ് മൈൻഡ് സെറ്റ്. പക്ഷെ നമുക്കറിയാം, ട്രേഡിംഗിൽ ഇത് ഒരിക്കലും നടക്കാൻ പറ്റാത്ത കാര്യമാണ്. അതായത് ലോസ് ഇല്ലാതെ ട്രേഡിംഗ് ഇല്ല, ഇതൊരിക്കലും നടക്കാൻ പറ്റാത്ത കാര്യമാണ്. ഇനി ഈ ഒരു സ്റ്റോറി നിങ്ങൾക്ക് ആർക്കെങ്കിലും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? എനിക്ക് പറ്റുന്നുണ്ട്. കാരണം ഞാനും ഇതുപോലൊരു പ്രോസസ്സിൽ കൂടെ തന്നെയാണ് പോന്നിട്ടുള്ളത്. എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾ പലരും ഈ സ്റ്റോറി റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ഈ സ്റ്റോറിയിലെ ആക്ച്വലി അതൊരു ഹൈപ്പോത്തറ്റിക്കൽ ട്രേഡർ അല്ല, ഞാനും നിങ്ങൾ തുടങ്ങുന്ന വലിയൊരു കമ്മ്യൂണിറ്റിയാണ്. ഈ സ്റ്റോറിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ എടുക്കേണ്ട ഒരു പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പറഞ്ഞല്ലോ പുള്ളിയുടെ ഒരു പെർസ്പെക്റ്റീവിൽ ഒരു ഡ്രമാറ്റിക് ഷിഫ്റ്റ് ഉണ്ടായി എന്നുള്ളത്. ഈ ഒരു ഷിഫ്റ്റ് ആണ്, ഇതിലോട്ടാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്. ഈ ഒരു ഷിഫ്റ്റ്, അതായത് പുള്ളി ഒരു കെയർ ഫ്രീ മൈൻഡ് സെറ്റിൽ നിന്ന് പുള്ളി ചിന്തിക്കുന്നത് എന്താണ്? ഞാൻ ട്രേഡ് ചെയ്യും, പക്ഷെ എനിക്ക് ലോസ് ഉണ്ടാവാൻ പാടില്ല. ലോസ് ഇല്ലാതെ, അതായത് പെയിൻ ഉണ്ടാവരുത്. അതായത് ലോസ് എന്ന് വെച്ചാൽ എന്താണ്? ഇമോഷണൽ പെയിൻ ആണ്, അല്ലെ? നമ്മുടെ പൈസ പോയി. രണ്ട് രീതിയിലാണ്. ഒന്ന് പൈസ പോയി, പിന്നെ ഞാൻ റോങ് ആയി. ഈ രണ്ട് കാര്യങ്ങൾ ഇമോഷണൽ പെയിൻ ആണ്. ഈ പെയിൻ ഇല്ലാതിരിക്കാനാണ് പുള്ളി ലോസ് അവോയ്ഡ് ചെയ്യുന്നത്, അല്ലെ? ഈ ഒരു മൈൻഡ് സെറ്റ്, ഓക്കെ, ഈ ഒരു പെർസ്പെക്റ്റീവ്, ഇതാണ് നമ്മുടെ ട്രേഡിംഗ് കരിയറിന്റെ ഡിസൈഡ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഈ ട്രേഡിങ്ങിൽ ഭാവിയിൽ സക്സസ് ആണോ ഫെയിൽ ആവണോ എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്ന അവിടെയാണ്. അതായത് ഈ പുള്ളി ഇതേ ഒരു മൈൻഡ് സെറ്റിൽ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ പുള്ളിയുടെ ഒരു ട്രാജിക് കരിയർ ആണ് അവിടെ സ്റ്റാർട്ട് ആവുന്നത്. അതായത് ട്രേഡിങ്ങിൽ നിങ്ങൾ ഫെയിൽ ആണെന്നുള്ള ജാതകം അവിടെയാണ് എഴുതപ്പെടുന്നത്. ഈ ഒരു മൊമെന്റിൽ നിങ്ങൾക്ക് റൈറ്റ് നോളജ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫെയിലിയർ ആണ്, അതിൽ സംശയമൊന്നുമില്ല. നിങ്ങൾക്ക് ഒരു കോഴ്സുകളിലേഴ്സും അല്ലെങ്കിൽ യൂട്യൂബിൽ കാണുന്ന പലരും ഈ ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരില്ല. അവരവരുടെ കോഴ്സസ് എല്ലാം നിങ്ങൾ ചിലപ്പോൾ പെയ്ഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ഫ്രീ കോഴ്സ് ആയിരിക്കാം, എന്ത് തന്നെ ആവട്ടെ. നിങ്ങൾ ഇതെല്ലാം കോഴ്സ്, അതായത് സ്ട്രാറ്റജി നിങ്ങൾ പഠിക്കും, മാർക്കറ്റിനെ പറ്റി പഠിക്കും. പക്ഷെ ഈ ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾ ക്ലിയർ ആക്കാത്തടത്തോളം നിങ്ങൾ എന്ത് ഫോളോ ചെയ്തിട്ട്, അതായത് ഒരു ഈവൻ 70-80% വിൻ റേറ്റ് ഉള്ള സ്ട്രാറ്റജി ഫോളോ ചെയ്താലും നിങ്ങൾ സക്സസ് ആവാൻ പോകുന്നില്ല. ഏറ്റവും പ്രധാനം ഈ ഒരു പോയിന്റിൽ, അതായത് നമ്മളെല്ലാവരും കടന്നു പോകുന്ന ഒരു പോയിന്റ്, ഈ ഒരു പോയിന്റിൽ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു നോളേജ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തിൽ നിങ്ങൾ പ്രോപ്പറായി അഡ്രസ്സ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, അതായത് 90% ട്രേഡേഴ്സ് ഫെയിലിയർ ആവുന്നു എന്ന് പറയുന്നതിന്റെ കാരണം എന്താണ്? നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കണം ഞാൻ ആ കമ്പനിയിൽ പറഞ്ഞ ആ ഒരു കാരണം എന്താണെന്നുള്ളത്. അതായത് നിങ്ങൾ ട്രേഡിങ്ങിൽ സക്സസ് ആവാതെ പോകാനുള്ള ആ ഒരു കാരണം എന്താണെന്നുള്ളത്, അത് ഫിയർ ആണ്. അതായത് പേടി. പേടി എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ? പക്ഷെ എന്തുകൊണ്ടാണ് ഈ പേടി എന്നൊരു ഇമോഷൻ നമുക്ക് ഉണ്ടാവുന്നത്? നമ്മൾ മുൻപത്തെ ഒരു വീഡിയോയിൽ, സൈക്കോളജി വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ, അതായത് നമ്മുടെ ബ്രെയിൻ വയർ ചെയ്തിട്ടുള്ളത് നമുക്ക് ഫിസിക്കൽ ആൻഡ് ഇമോഷണൽ പെയിൻ ഒഴിവാക്കുക എന്നുള്ളൊരു മെത്തേഡിലാണ്. അതായത് ഒരു സർവൈവൽ മെക്കാനിസം ആണ്.
അതുകൊണ്ട് നമുക്ക് ഇമോഷണലിയും അല്ലെങ്കിൽ ഫിസിക്കലിയും എന്തെങ്കിലും പെയിൻ ഉണ്ടാവുന്നു അങ്ങനത്തെ ഒരു സാഹചര്യം കാണുകയാണെങ്കിൽ നമ്മുടെ ബ്രെയിൻ ഓട്ടോമാറ്റിക്കലി ഫിയർ എന്ന് പറയുന്ന ഒരു ഇമോഷനെ ട്രിഗർ ചെയ്തിട്ട് നമ്മളെ കൊണ്ട് അത് ചെയ്യാതെ നോക്കിക്കും. അതായത് ആ ഒരു പെയിൻ വരുന്ന ഒരു സാഹചര്യത്തിലോട്ട് എത്താതെ നോക്കും. അത് ആ ഒരു ഫംഗ്ഷനാണ് ബേസിക് ആയിട്ട് നമുക്ക് ഫിയർ എന്ന് പറഞ്ഞൊരു കാര്യം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ 2 രീതിയിലുള്ള പെയിൻ, അതായത് നമുക്ക് ഫിസിക്കലും ഉണ്ട് ഇമോഷണലി ഉണ്ട് അല്ലെ. അപ്പൊ ഈ ഫിസിക്കൽ പെയിൻ്റെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ബൈക്ക് ഓടിക്കാന്ന് വിചാരിച്ചോ. അപ്പോൾ നമുക്കൊരു പേടി ഉണ്ടാവും അല്ലെ, ബൈക്ക് വന്ന് വീണാലോ. ബൈക്ക് വന്ന് വീണാൽ എന്താ സംഭവിക്കുക? നമ്മൾ വീണ ഒബ്വിയസ്ലി നമുക്ക് ഫ്രാക്ചർ അല്ലെങ്കിൽ മുറിവ് കാര്യങ്ങൾ സംഭവിക്കും. അത് പെയിൻ ആണ് അല്ലെ. അപ്പോൾ അത് ഫിസിക്കൽ പെയിൻ ആണ്. ഈ ഒരു പെയിൻ ഒഴിവാക്കാനാണ് നമുക്ക് പേടി, അതായത് ഒരു ബൈക്ക് നമ്മളൊരു റഫായിട്ട് ഓടിക്കുമ്പോൾ ഒരു പേടി ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി നമ്മൾ സൂക്ഷിച്ച് ഓടിക്കും അല്ലെ. ഇതുപോലെ തന്നെയാണ് ഇമോഷണൽ പെയിനും. ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു ഫംഗ്ഷൻ നിങ്ങൾ അറ്റൻഡ് ചെയ്യാന്ന് വിചാരിച്ചു. ആ ഒരു ഫംഗ്ഷനിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇമോഷണലി എന്തെങ്കിലും ഒരു പെയിൻ ഉണ്ടാവുന്ന ഒരു അനുഭവം വരാൻ ചാൻസ് ഉണ്ടെന്ന് വിചാരിച്ചോളൂ. ഓക്കെ, അതായത് ഫിസിക്കലി അല്ല ഞാൻ പറയുന്നത്, ഇമോഷണലി ആരെങ്കിലും നിങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ ഇമോഷണൽ ഒരു പെയിൻ ഉണ്ടാവും എന്ന് വിചാരിച്ചു. ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ബ്രെയിൻ നിങ്ങളെ അവിടേക്ക് പോകാൻ താല്പര്യം കാണിക്കില്ല അല്ലെ. നിങ്ങൾ റിലക്റ്റന്റ് ആവാണ് ചെയ്യുന്നത് അല്ലെ. അത് എന്തുകൊണ്ടാണ്? ഇമോഷണൽ പെയിൻ ഒഴിവാക്കാനാണ്. ഇനി നമ്മുടെ ബ്രെയിനിന്റെ ഈ ഒരു മെക്കാനിസം ഇത് 2 രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് കോൺഷ്യസ് ലെവലിലും വർക്ക് ചെയ്യുന്നുണ്ട്, അതുപോലെ സബ് കോൺഷ്യസ് ലെവലിലും വർക്ക് ചെയ്യുന്നുണ്ട്. കോൺഷ്യസ് ലെവലിൽ പറഞ്ഞ എക്സാമ്പിൾ ആണ് എക്സാമ്പിൾസ് ആണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത ഈ 2 കാരണങ്ങൾ അല്ലെ. അത് നമ്മൾ കോൺഷ്യസ്ലി നമ്മുടെ ബ്രെയിൻ ഒരു ഫിയർ എന്ന് പറഞ്ഞ ഒരു ഇമോഷൻ നമ്മുടെ ചിന്തയിലോട്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു സിസ്റ്റത്തിലോട്ട് ഇട്ട് തന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ റിലക്റ്റന്റ് ആവുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കൂടുതൽ കെയർ കൊടുത്തിട്ടാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത് അല്ലെ. ഇതേ സമയം നമ്മൾ പലരും അറിയാതെ പോകുന്ന ഒരു സംഭവമുണ്ട്. അതായത് നമ്മുടെ സബ് കോൺഷ്യസ് ലെവലിലും ഇതേ മെക്കാനിസം വർക്ക് ചെയ്യുന്നുണ്ട്. അതാണ് നമ്മുടെ റിഫ്ലക്സ് ആക്ഷൻ. ഒരു ഉദാഹരണം ആണ് റിഫ്ലക്സ് ആക്ഷൻ. അതായത് നിങ്ങൾ പറയാതെ നിങ്ങളുടെ കൈയോ മറ്റോ ഒരു തീയിലെങ്ങാനും തട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി കൈ പെട്ടെന്ന് പിൻവലിക്കും അല്ലെ. അത് നിങ്ങൾ അറിയാതെയാണ് ചെയ്യുന്നത്. അതായത് ബ്രെയിൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുന്നതാണ്. ഇത് നിങ്ങളുടെ സബ് കോൺഷ്യസ് ലെവലിൽ വർക്ക് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് അതിൽ പ്രത്യേകിച്ച് കൺട്രോൾ ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇവിടെ ഈ ഒരു റിഫ്ലക്സ് ആക്ഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ഫിസിക്കൽ പെയിൻ ഒഴിവാക്കാൻ നിങ്ങളുടെ ബ്രെയിൻ സബ് കോൺഷ്യസ്ലി ചെയ്യുന്ന കാര്യമാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇത്ര ചിന്തിച്ചാൽ മതി. ഇതുപോലെ തന്നെ നിങ്ങളുടെ ഇമോഷണൽ പെയിൻ ഒഴിവാക്കാനും ബ്രെയിൻ ഇതുപോലെ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾ അറിയാതെ, നിങ്ങൾ ഒരു കയ്യിൽ തീ തട്ടിയപ്പോൾ നിങ്ങൾ അറിയാതെ സബ് കോൺഷ്യസ്ലി എങ്ങനെയാണോ കൈ വലിച്ചത്, അതായത് ഒരു ഫിസിക്കൽ പെയിൻ ഒഴിവാക്കാനായിട്ട് നിങ്ങൾ എങ്ങനെയാണോ സബ് കോൺഷ്യസ്ലി നിങ്ങൾ ആ ഒരു പ്രവൃത്തി ചെയ്തത്, അതുപോലെ തന്നെ നിങ്ങളുടെ ഇമോഷണൽ പെയിനും ഒഴിവാക്കാനും നിങ്ങളുടെ ബ്രെയിൻ നിങ്ങൾ അറിയാതെ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇതാണ് നമുക്ക് ട്രേഡിങ്ങിൽ നമുക്ക് വരുന്ന ഒരു ഫിയർ എന്ന് പറയുന്നത്. ഇതാണ് ട്രേഡിങ്ങിൽ ഈ ഒരു ഫിയർ കുറച്ച് ഡിഫറെന്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഡിഫറെന്റ് എന്ന് മാത്രമല്ല, കുറച്ച് വിയേർഡ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഞാൻ ഇത്രയും പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ വിചാരിക്കുന്നു. ഈ പറഞ്ഞ കാര്യങ്ങൾ ഏറ്റവും പ്രധാന പോയിന്റാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് സബ് കോൺഷ്യസ് ലെവലിൽ എങ്ങനെയാണോ നിങ്ങളുടെ ബ്രെയിൻ നിങ്ങളെ ഒരു ഇമോഷണൽ അല്ലെങ്കിൽ ഫിസിക്കൽ പെയിനിൽ നിന്ന് നിങ്ങളെ ഒഴിവാക്കുന്നത്, അതായത് റിഫ്ലക്സ് ആക്ഷൻ വഴി മറ്റു പല കാര്യങ്ങൾ വഴി ഒഴിവാക്കുന്നത്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ഇമോഷണൽ പെയിൻ ഉണ്ടാവാനും നിങ്ങളുടെ ബ്രെയിൻ നിങ്ങളെ സമ്മതിക്കില്ല. ഇതാണ് നമ്മുടെ ട്രേഡിങ്ങിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇത് മനസ്സിലാവാനായിട്ട് ഞാൻ 2 എക്സാമ്പിൾ പറയും, നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് 2 സെനാരിയോസ്, അതായത് ഒരു ട്രേഡറുടെ തന്നെ 2 സെനാരിയോസ്. നമ്മൾ ഈ ഒരു കാര്യത്തിന് നമ്മൾ മെന്റൽ ഡിഫൻസ് മെക്കാനിസം എന്നാണ് പറയാം. അതായത് ബ്രെയിൻ ട്രിഗർ ചെയ്യുന്ന ഇത്തരം കാര്യങ്ങളെ നമ്മൾ മെന്റൽ ഡിഫൻസ് മെക്കാനിസം എന്നാണ് പറയാം. ഓക്കെ, അപ്പോൾ 2 സെനാരിയോ. ഒരു സെനാരിയോ പ്രോഫിറ്റബിൾ, അതായത് ഒരു ട്രേഡർ, ഇപ്പൊ ഈ നമ്മുടെ ഹൈപ്പോത്തറ്റിക്കൽ ട്രേഡർ എക്സാമ്പിൾ തന്നെ എടുക്കാം. പുള്ളി ഒരു ട്രേഡ് കയറി എന്ന് വിചാരിച്ചു, ഒരു എൻട്രി എടുത്തു. ഓക്കെ, പുള്ളിയുടെ എൻട്രി എടുത്ത ഡയറക്ഷനിലോട്ട് തന്നെയാണ് മാർക്കറ്റ് പോകുന്നത്, അതായത് പ്രോഫിറ്റ് ആണ് കാണിക്കുന്നത്. ഓക്കെ, പക്ഷെ ആക്ച്വലി നിങ്ങൾ മനസ്സിലാക്കണം, ആ ഒരു ട്രേഡിന് നല്ലൊരു ഹൈ പൊട്ടൻഷ്യൽ ഉണ്ട്, അതായത് നല്ല പ്രോഫിറ്റിലോട്ട് എത്താനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. പക്ഷേ പുള്ളിക്ക് ഒരു ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 500 രൂപ പ്രോഫിറ്റ് കണ്ടു എന്ന് വിചാരിച്ചു. പുള്ളി ഓക്കെ 500 പ്രോഫിറ്റ് ആണല്ലോ, 600 എത്തി, 700 എത്തി, ഒരു 800 എത്തി എന്ന് വിചാരിച്ചു. പെട്ടെന്ന് അതൊന്ന് താഴാണ്. ഓക്കെ, വീണ്ടും 500 എത്തി എന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ ഒരു 400 എത്തി എന്ന് വിചാരിച്ചു. ഓക്കെ, നമുക്കറിയാം മാർക്കറ്റ് ഒരിക്കലും നമ്മളൊരു എൻട്രി എടുത്താൽ ഒറ്റ സ്ട്രെച്ചിൽ അത് മുകളിലോട്ട് പോകില്ല, അത് റീട്രേസ് ചെയ്യും. അതായത് ആ പ്രോഫിറ്റ് ഒന്ന് താഴ്ന്ന് വീണ്ടും നമുക്കറിയാലോ ഹയർ ലോ പാറ്റേൺ, ഇപ്പൊ നമ്മൾ മുകളിലോട്ടാണ് എടുത്തത്, ഹയർ ലോ പാറ്റേണിലല്ലാതെ പോകുക. ഈ ഒരു സമയത്ത് നമ്മുടെ ഫിയർ അവിടെ ആക്ട് ചെയ്യും. അതായത് അപ്പൊ പുള്ളിയുടെ ബ്രെയിൻ പുള്ളിക്ക് ഒരു സിഗ്നൽ കൊടുക്കുകയാണ്, ഇപ്പൊ പ്രോഫിറ്റ് ആണ്, ഓക്കെ ഇപ്പൊ എക്സിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു മെന്റലി ഒരു പെയിനും ഉണ്ടാവില്ല. പക്ഷെ അതേസമയം ഇതങ്ങനെ മാർക്കറ്റ് അങ്ങനെ ഇപ്പൊ താഴെ വന്ന് ഈ പ്രോഫിറ്റും കൂടെ പോയാൽ എന്തായിരിക്കും അവസ്ഥ? അതായത് നിങ്ങൾ ലോസ് ആവും. ലോസ് ആയാൽ എന്താണ്? പുള്ളിക്ക് ഓൾറെഡി അനുഭവം ഉള്ളതാണ് അല്ലെ. ലോസ് ആയാൽ മെന്റൽ പെയിൻ ആണ് അല്ലെ, എന്റെ പൈസ പോയി. പിന്നെ 2 കാര്യങ്ങളാണ്, എന്റെ പൈസ പോയി, അതുപോലെ എന്റെ വ്യൂ തെറ്റി. രണ്ടും നമുക്ക് ഇമോഷണൽ പെയിൻ ആണ്. ഈ ഒരു പെയിൻ ഒഴിവാക്കാൻ വേണ്ടി നമ്മുടെ ബ്രെയിൻ നമ്മളെ ഇൻസിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. എന്തിനും ഈ ഒരു ട്രേഡിൽ നിന്ന് എക്സിറ്റ് ചെയ്യൂ. അതായത് കിട്ടിയ പ്രോഫിറ്റ്, ഇപ്പൊ നിങ്ങൾ പ്രോഫിറ്റബിൾ ആണല്ലോ, 500 ഒരു പക്ഷേ അത് 2000 രൂപ കിട്ടാൻ സാധ്യതയുള്ള ഒരു ട്രേഡ് ആയിരിക്കാം. പക്ഷെ പുള്ളിയുടെ എങ്ങനെയെങ്കിലും ബ്രെയിൻ സംഭവം നമ്മളെ കൊണ്ട് അത് എക്സിറ്റ് ചെയ്യിപ്പിക്കും. അതായത് ഞാൻ പറയുന്നത് ഒരു പ്രൊഫഷണൽ ട്രേഡർ കാര്യമല്ല, ഞാൻ പറയുന്നത് പുതുതായി ട്രേഡ് ചെയ്യുന്ന ഒരാൾക്ക്. അത് ആ പുതുതായി ട്രേഡേഴ്സിന് പലർക്കും ഒരു പ്രോപ്പർ റിസ്ക് റിവാർഡ് ഉണ്ടാവണമെന്നില്ല, അതായത് കറക്റ്റ് ഒരു എൻട്രി എക്സിറ്റ് റൂൾ ഉണ്ടാവണമെന്നില്ല, അല്ലെങ്കിൽ ആ റൂൾ ഉണ്ടെങ്കിൽ തന്നെ അത് ഫോളോ ചെയ്യാൻ പറ്റണമെന്നില്ല. അതുകൊണ്ടാണല്ലോ അവർ ഫെയിൽ ആവും.
ഈ ഒരു സിറ്റുവേഷനിൽ എങ്ങനെയെങ്കിലും പുള്ളി ആ ട്രേഡിനെ എക്സിറ്റ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഇത് സിറ്റുവേഷൻ നമ്പർ 1. ഇനി ഇതേ ട്രേഡർ തന്നെ വേറൊരു ട്രേഡ് എടുത്തു എന്ന് വിചാരിച്ചോളൂ. അതായത് പുള്ളി എൻട്രി എടുത്തു, ഇമ്മീഡിയറ്റ്ലി ലോസ് ആണ് കാണിക്കുന്നത് എന്ന് വിചാരിച്ചോളൂ. അതായത് പുള്ളിയുടെ ഡയറക്ഷനിലോട്ടേ മാർക്കറ്റ് പോകുന്നില്ല, ഇമ്മീഡിയറ്റ്ലി ലോസ് ആണ് കാണിക്കുന്നത്, ഒരു -500 കാണിക്കുന്നത് എന്ന് വിചാരിച്ചു PNL. ഓക്കെ, ഈ ഒരു സമയത്ത് ഇമ്മീഡിയറ്റ്ലി പുള്ളിയുടെ മെന്റൽ ഡിഫൻസ് മെക്കാനിസം ട്രിഗർ ആവാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു മെക്കാനിസം ട്രിഗർ ആകുമ്പോൾ എന്താണ് ചെയ്യുന്നത്? നമ്മുടെ ബ്രെയിൻ നമ്മളോട് പറയാണ്, അതായത് ഓൾറെഡി ലോസ് ആണ്, അല്ലെ, പെയിൻ ആണ്, ഓൾറെഡി ലോസിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, പെയിൻ ആണ്. അപ്പൊ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ നോക്കുന്നത് നമുക്ക് പെയിൻ ഇല്ലാതിരിക്കണം. ഓക്കെ, പെയിൻ ഇല്ലാതിരിക്കണം നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് എപ്പോഴാണ് പെയിൻ വരുന്നത്? അതായത് ഈ ഒരു സെനാരിയോയിൽ എപ്പോഴാണ് പെയിൻ വരുന്നത്? ഞാൻ ആ ലോസ് ബുക്ക് ചെയ്യുമ്പോഴാണ് പെയിൻ വരുന്നത്, അല്ലെ. അപ്പൊ എനിക്ക് -500 എന്നുള്ള ലോസ് ഞാൻ ബുക്ക് ചെയ്താൽ എനിക്ക് പെയിൻ ആണ്, കാരണം 500 ലോസ് ആയി, ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ ബ്രെയിൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇത് ഒഴിവാക്കാൻ നോക്കും. ബ്രെയിൻ അറിയില്ല നമുക്ക് ചെറിയ ലോസിൽ കട്ട് ചെയ്യുന്നതാണ് ഏറ്റവും പെയിൻ കുറവ് എന്നുള്ളത് ബ്രെയിൻ അറിയില്ല. ഓക്കെ, അത് നമ്മൾ റാഷണലായി ചിന്തിക്കുമ്പോഴാണ് നമുക്കത് അറിയുള്ളൂ. പക്ഷെ ബ്രെയിൻ അതൊന്നും അറിയില്ല. ബ്രെയിനെ സംബന്ധിച്ച് എങ്ങനെയാണ് ഈ പെയിൻ ഒഴിവാക്കണം? അപ്പൊ ഈ പെയിൻ ഒഴിവാകാൻ വേണ്ടി ബ്രെയിൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോ ഒരു ചാർട്ട് കാണുന്ന ആളാണെന്ന് വിചാരിച്ചു. ഈ ചാർട്ടിന്റെ ഇൻഫർമേഷൻസിനെ അത് ഡിസ്റ്റോർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അതായത് നിങ്ങളുടെ കോൺഷ്യസ് അവയർനെസ് ഇല്ലാതെ, അതായത് നിങ്ങൾ കോൺഷ്യസ്ലി ആ ചാർട്ട് നോക്കിയിരുന്നിട്ട് കാര്യമില്ല. നിങ്ങളുടെ ബ്രെയിൻ ഓട്ടോമാറ്റിക്കലി നിങ്ങളെ ഹൈജാക്ക് ചെയ്യുക ചെയ്യുന്നത്. നിങ്ങൾ കണ്ടുകൊണ്ട് എന്ത് തന്നെ കണ്ടിട്ട് കാര്യമില്ല, നിങ്ങൾ പെർസീവ് ചെയ്യുന്ന കാര്യങ്ങൾ വേറെയാണ്. അതായത് നിങ്ങളിപ്പോൾ ഒരു മുകളിലോട്ടൊരു ട്രേഡാണ് കയറിയെന്ന് വിചാരിച്ചോളൂ. ഇമ്മീഡിയറ്റ്ലി അത് താഴെ വന്നിട്ട് നിങ്ങളുടെ ഒരു ഹയർ ലോ സ്ട്രക്ചർ ബ്രേക്ക് ചെയ്തു. ഞാനൊരു എക്സാമ്പിൾ ആണ് പറയുന്നത്, പ്രൈസ് ആക്ഷൻ ബേസ് ചെയ്ത ട്രേഡേഴ്സിന് അത് റിലേറ്റ് ചെയ്യാൻ പറ്റും. അതായത് നിങ്ങളുടെ ഹയർ ലോ പാറ്റേൺ ബ്രേക്ക് ചെയ്തിട്ട് ഒരു ലോവർ ഹൈ പാറ്റേണിലോട്ട് ഷിഫ്റ്റ് ചെയ്തു എന്ന് വിചാരിച്ചു. അതായത് മാർക്കറ്റ് സിമ്പിൾ ആയിട്ട് അപ് ട്രെൻഡിൽ നിന്ന് ഡൗൺ ട്രെൻഡിൽ മാറിയെന്ന് വിചാരിച്ചോളൂ. നിങ്ങളൊക്കെ അത് ചാർട്ടിൽ ക്ലിയർ ആയിട്ട്, ചാർട്ടിൽ അതെല്ലാം വ്യക്തമാണ്, പക്ഷെ നിങ്ങളത് ഒരിക്കലും പെർസീവ് ചെയ്യില്ല. കാരണം നിങ്ങളുടെ ബ്രെയിൻ ഓട്ടോമാറ്റിക്കലി ആ ഡേറ്റയാണ് നിങ്ങളിൽ നിന്ന് ഡിസ്റ്റോർട്ട് ചെയ്യുക ചെയ്യുന്നത്. നിങ്ങളുടെ കോൺഷ്യസ് അവയർനെസ്സിൽ നിന്ന് അതിനെ മാറ്റി നിർത്തുകയാണ് ചെയ്യുന്നത്. കാരണം എന്താണ്? ബ്രെയിനെ സംബന്ധിച്ച് നിങ്ങളോട് എക്സിറ്റ് ചെയ്യാൻ പാടില്ല. കാരണം എക്സിറ്റ് ചെയ്താലാണല്ലോ പെയിൻ ഉണ്ടാവുക. ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യുന്ന വെച്ചാൽ അപ്പോഴാണ് നിങ്ങൾ സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ടുള്ള ആളാണെങ്കിൽ സ്റ്റോപ്പ് ലോസ് താഴോട്ട് അല്ലെങ്കിൽ റിമൂവ് ചെയ്യും, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ, അല്ലെങ്കിൽ അത് ഒരിക്കലും നിങ്ങൾ ആ ഒരു ചെറിയ ലോസിൽ അത് കട്ട് ചെയ്യില്ല. ഇതാണ് നമ്മുടെ ട്രേഡിംഗിൽ ഏറ്റവും വലിയൊരു പ്രശ്നം. പിന്നീട് എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളത് ഒരു പക്ഷേ ഓട്ടോമാറ്റിക്കലി സ്ക്വയർ ഓഫ് ആവാൻ 3:30 അല്ലെങ്കിൽ 3:15 എക്സിറ്റ് ആവേണ്ടി വരും. അല്ലാന്നുണ്ടെങ്കിൽ ഒരു പരിധി വിട്ട് ലോസ് കാണുമ്പോൾ എങ്ങനെയെങ്കിലും ഏതെങ്കിലും ഒരു മൊമെന്റിൽ നിങ്ങൾ അത് എക്സിറ്റ് ചെയ്യും. ഇതാണ് സംഭവിക്കുന്നത്. ഇത് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാനായിട്ട് ഞാനൊരു എക്സാമ്പിൾ പറയാം. നിങ്ങൾക്കറിയില്ല, നിങ്ങളിപ്പോൾ ഒരു ട്രേഡറായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്, നിങ്ങൾക്കറിയില്ലേ, അതായത് എത്രയോ ദിവസങ്ങൾ നിങ്ങൾ ഇതുപോലെ ഒരു ട്രേഡ് എടുത്തിട്ട് ഇത് ഓപ്പോസിറ്റ് പോയിട്ട് നിങ്ങളത് സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ വലിയൊരു ലോസ് ബുക്ക് ചെയ്തിട്ട് പിന്നീട് നിങ്ങളൊരു മൈൻഡ് ഒക്കെ ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം എൻഡ് ഓഫ് ഡേ വന്നിട്ട് നിങ്ങൾ ചാർട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാമല്ലോ അവിടെ ഇത് എന്തിനാണ് ഞാൻ ഈ ട്രേഡ് ഹോൾഡ് ചെയ്തെന്നുള്ളത്. അതായത് ക്ലിയർലി എന്റെ പ്രൈസ് ആക്ഷൻ അല്ലെങ്കിൽ എന്റെ സെറ്റപ്പ് വെച്ചിട്ട് മാർക്കറ്റ് ഒരു റിവേഴ്സൽ സിഗ്നൽ അവിടെ ക്ലിയർ ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നു. ശരിക്കും ഞാൻ ചെയ്യേണ്ടത് അവിടെ എന്റെ ലോസ്, ചെറിയ ലോസ് കട്ട് ചെയ്തിട്ട് എനിക്ക് ഒരു പക്ഷേ റിവേഴ്സൽ എൻട്രി വരെ എടുക്കായിരുന്നു. അതായത് എന്റെ പൊസിഷൻ വരെ എനിക്ക് റിവേഴ്സ് ചെയ്യായിരുന്നു. പക്ഷെ ആ ബ്രെയിൻ നിങ്ങൾക്ക് അത് കാണിച്ചിരുന്നില്ല. നിങ്ങൾക്ക് എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അതായത് പിന്നീട് നമ്മൾ നോക്കുമ്പോഴാണ് അയ്യോ ഞാൻ എന്താ ഇങ്ങനെ ചെയ്തേ എന്നുള്ളത് നമുക്ക് ചിന്തിച്ചു പോകും. ഇതാണ് ബ്രെയിൻ നമ്മളെ ഡിസ്റ്റോർട്ട് ചെയ്യുന്നു എന്ന് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ബ്രെയിൻ ഒരു പരിധി വരെ നമ്മൾക്ക് ഫേവറബിൾ അല്ല. അതായത് നമുക്കിപ്പോൾ ഒരു മോഡേൺ ഇന്നത്തെ ഒരു ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് ഫേവറബിൾ അല്ല നമ്മുടെ ബ്രെയിൻ. പല സമയത്തും ഇപ്പോഴും ബ്രെയിൻ ഒരു പ്രിമിറ്റീവ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഇത്രയും പുരോഗമിച്ചെങ്കിലും ബ്രെയിൻ ഇപ്പോഴും പ്രിമിറ്റീവ് ആണ്, വളരെ പ്രിമിറ്റീവ് ആണ്. അതായത് ബ്രെയിനിന്റെ മെക്കാനിസം എന്ന് പറയുന്നത് നമ്മുടെ സർവൈവൽ ആണ്. പക്ഷെ ഇന്നത്തെ ഒരു ഈ ഒരു മോഡേൺ വേൾഡിൽ നമുക്കത് വളരെ ബുദ്ധിമുട്ടാണ്. നമ്മളത് പ്രോപ്പറായി അക്നോളജ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പല സിറ്റുവേഷനിൽ നമുക്കത് ബാക്ക് ഫെയർ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ ഞാനൊന്ന് ചുരുക്കി പറഞ്ഞുതരാം. നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടോ? അതായത് പേടി എന്നൊരു ഇമോഷനാണ് നിങ്ങളെ ഒരു ട്രേഡർ ആവാൻ സമ്മതിക്കാത്തത് എന്ന് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈ എക്സാമ്പിളിൽ കൂടെ, അല്ലെ? ഇനി നിങ്ങൾക്ക് തോന്നുന്നത് എന്താണ് ഇതിന്റെ സൊല്യൂഷൻ? അല്ലെ, ശരിയാണ്, ഇതൊക്കെ എല്ലാവർക്കും അനുഭവമുള്ളതാണ്. എന്താണ് ഇതിന്റെ സൊല്യൂഷൻ? ഇതിന് പ്രോപ്പറായ സൊല്യൂഷൻ ഉണ്ട്. ഓക്കെ, അത് നമുക്കൊരു പാർട്ട് 2 വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. കാരണം ഓൾറെഡി വീഡിയോ ലെങ്തി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് കണ്ടിട്ട് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. നമുക്കപ്പോൾ ഞാൻ ഉടനെ തന്നെ ഇതിന്റെ ഒരു സൊല്യൂഷൻ, അതായത് പ്രാക്ടിക്കലി, ചുമ്മാ അല്ല, നമുക്ക് പ്രാക്ടിക്കലി എങ്ങനെ ഇതിനെ സോൾവ് ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ ഇതിൽ നിന്ന് നമുക്കൊരു റിക്കവറി ചെയ്യാം എന്നുള്ളതിന്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യാം. ഓക്കെ, താങ്ക് യു.